ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാകാൻ പോവുകയാണ്. ഇങ്ങനെ പറയാൻ ഒരു കാര്യവുമുണ്ട്, പല കാരണങ്ങളുമുണ്ട്. ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന നിലയിൽ ഫൈനാൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, IT, ഹെൽത്ത് കെയർ ഇങ്ങനെ പല മേഖലകളിലും ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു രാജ്യം ചീട്ടുകൊട്ടാരം പോലെ നിലംപതിക്കാൻ ഒരു തലമുറയുടെ തെറ്റായ ഒരു ശീലമോ അല്ലെങ്കിൽ തെറ്റായ ഒരു തീരുമാനമോ മതിയാവും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ദിസ് ഈസ് നിഖിൽ കാരൂത്ത്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യയുടെ പെർ ക്യാപിറ്റ ഇൻകം 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്. അതായത് ഒരു ഇന്ത്യൻ പൗരൻ ശരാശരി 2.5 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഒരു വർഷം സമ്പാദിക്കുന്നത് എന്ന്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിൽ ഒരു അമ്മയുടെയും മകന്റെയും വീഡിയോ വളരെയധികം വൈറലായി. നിങ്ങൾ എനിക്ക് ഐഫോൺ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞ് പൂ കച്ചവടം ചെയ്യുന്ന ഒരു അമ്മയുടെ മകൻ 3 ദിവസമാണ് ഭക്ഷണം കഴിക്കാതിരുന്നത്. അവസാനം ആ അമ്മ ഐഫോൺ വാങ്ങിക്കൊടുത്തു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ? ആപ്പിൾ കമ്പനി അവരുടെ 2023 സെയിൽസ് ഡാറ്റ പുറത്തുവിട്ടു. ഇതിൽ ആപ്പിളിന്റെ ഇന്ത്യയിലെ വളർച്ച 36%. അതേസമയം ഗ്ലോബലി അത് 6% മാത്രമാണ്. ആപ്പിള് ഇന്ത്യയിൽ 2023 വിറ്റത് 90 ലക്ഷം ഐഫോണുകളാണ്. എങ്ങനെയാണ് പെർ ക്യാപിറ്റ ഇൻകം 2.5 ലക്ഷത്തിൽ താഴെയുള്ള ഒരു രാജ്യത്ത് ഇത്രയധികം ഐഫോണുകൾ ആപ്പിളിന് വിൽക്കാൻ കഴിയുന്നത്? അവിടെയാണ് ഫിൻടെക് കമ്പനി ആയിട്ടുള്ള റേസർ പേ മറ്റൊരു കണക്ക് പുറത്തുവിട്ടത്. 2023 100% വളർച്ചയാണ് നോ കോസ്റ്റ് EMIയിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. എന്താണ് ഇതിനുള്ള കാരണം? ഇതിനുള്ള കാരണം നമ്മുടെ പുതുതലമുറയെ, അതായത് ജെൻസിയെ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു വൈറസാണ് ഷോ ഓഫ്. അത് ഐഫോണിന്റെ കാര്യത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ പ്രീമിയം പ്രൊഡക്ട്സിലും ജെൻസിക്ക് ക്രേസ് ഉണ്ട്. അപ്പൊ മുന്നോട്ട് പോകുന്നതിന് മുൻപ് എന്താണ് ജെൻസി എന്നറിയാത്തവർക്ക് വേണ്ടി അത് പറയേണ്ടതില്ലേ? 1997 2012 ഇടയിൽ ജനിച്ച ആളുകളെയാണ് ജെൻസി എന്ന് വിളിക്കുന്നത്. ഇന്റർനെറ്റിനോടൊപ്പം വളർന്നു വന്ന ജനറേഷനാണ് ജെൻസി. നമ്മുടെ ജെൻസി ഈ രീതിയിൽ ചിന്തിക്കുന്നതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഭൂരിഭാഗം സമയവും സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് തന്നെ മറ്റാളുകൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാവാറില്ലേ? ഉണ്ട്. പണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫ്ലെക്സ് ബോർഡിലൂടെയും അതേപോലെ തന്നെ TV പരസ്യങ്ങളിലൂടെയായിരുന്നു പല പ്രീമിയം പ്രൊഡക്ട്സും നമുക്ക് മുന്നിൽ എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾ എല്ലാ ദിവസവും നമുക്ക് മുൻപിൽ സോഷ്യൽ മീഡിയ ത്രൂ എത്തുന്നു. ലോകത്തിലെ ടോപ്പ് ബ്രാൻഡുകൾ ഉൾപ്പെടെ 70% കമ്പനികളാണ് ഇതേപോലെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് വലിയ ബഡ്ജറ്റുകൾ മാറ്റിവെക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രയധികം തുക മാറ്റിവെക്കുന്നത്? ഒറിജിനാലിറ്റി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ടു സെൽ എ പ്രൊഡക്റ്റ്. രണ്ടാമത്തെ കാരണം, ഇന്ത്യയിലെ പേയ്മെന്റ് മെത്തേഡിൽ വന്ന മാറ്റം. എവിടെ ഇരുന്നിട്ടായാലും ഈസി ആയിട്ട് പേയ്മെന്റ് ചെയ്യാനുള്ള അവസരം. ആളുകൾ ചിന്തിക്കുന്നത് UPI പേയ്മെന്റ് മെത്തേഡ് വന്നതോടുകൂടി കാര്യങ്ങൾ വളരെ ഈസി ആയി എന്നാണ്. പക്ഷേ ഈസി ആയതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാനും തുടങ്ങി. 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ UPI പേയ്മെന്റ് മെത്തേഡിന്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. UPI പേയ്മെന്റ് മെത്തേഡ് വന്നതോടുകൂടി കാര്യങ്ങൾ വളരെ ഈസി ആയി എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. കാര്യങ്ങൾ വളരെ ഈസി ആയി, പക്ഷേ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പലപ്പോഴും ഓവർ സ്പെൻഡ് കാരണം അക്കൗണ്ട് കാലിയാവുമ്പോൾ മാത്രമാണ് കാശ് തീർന്ന വിവരം പലരും തിരിച്ചറിയുന്നത്. അക്കൗണ്ട് കാലിയായാൽ നിർത്തുമോ? നോ. ഫിൻടെക്കിന്റെ പുതിയ ഇന്നോവേഷൻ ബൈ നൗ പേ ലേറ്റർ പറഞ്ഞു വരുന്നത് EMI സിസ്റ്റത്തിനെ കുറിച്ച്. ഇന്ത്യയിൽ വിറ്റുപോയിരിക്കുന്നതിൽ 10ൽ 7 ഐഫോണുകളും EMIയിലാണ് എന്നുള്ളത് ഇതിന് ഉദാഹരണമാണ്. അതും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. പ്രശ്നം ഈ കണക്കുകളിലാണ്. കടം വരുത്തി വെക്കുന്ന ജെൻസികളിൽ 40% ആളുകൾക്കും സാമ്പത്തികമായി അത് വീട്ടിയെടുക്കാൻ കഴിയുന്നില്ല എന്ന്. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ് എത്രയാണ്? 6%. ഇത് ശരിയാണോ? ഗവൺമെന്റ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവശ്യ സാധനങ്ങളുടെ വിലവർധന കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് 6% വില വർദ്ധിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്? OTT, ഫുഡ് ഡെലിവറി ആപ്പ്, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ്സ് എക്സെട്ര. ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പുറത്തുവിടുന്ന ഇൻഫ്ലേഷൻ കണക്കുകളിലേറെ ഉപരി നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷനെയാണ്. എന്തുകൊണ്ടാണ് ജെൻസി ഇങ്ങനൊരു ട്രാപ്പിൽ അകപ്പെട്ടിട്ടുള്ളത്? നമ്മുടെ പാരൻസിനെ നോക്കുകയാണെങ്കിലും ഗ്രാൻഡ് പാരൻസിനെ നോക്കുകയാണെങ്കിലും അവരുടെ സ്പെൻഡിങ് ഹാബിറ്റിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അവർ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നില്ല, അത്രയധികം ടെക്നോളജിയും ഉപയോഗിച്ചിരുന്നില്ല. അതിലേറെയൊക്കെ ഉപരി അവർ ഫിസിക്കൽ ക്യാഷ് ആയിട്ടാണ് സ്പെൻഡിങ്ങിനെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഇത് തീർന്നു പോകും എന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ
അവർ അത് സൂക്ഷിച്ചു വെക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇതിനുള്ള തെളിവാണ് ഇന്ത്യയിലെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റിന്റെ കണക്കുകൾ കാണിച്ചു തരുന്നത്. 2013 8.76% ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് 2024 17.417%. നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളും ഇങ്ങനൊരു ട്രാപ്പിലാണോ? നിങ്ങൾ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എന്ന് മറ്റുള്ള ആളുകളാണോ തീരുമാനിക്കുക? ശരിക്കും വേണ്ടത് എന്ത് പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥ ഹാപ്പിനെസ് കിട്ടുക എന്ന് യാതൊരുവിധ ഇൻഫ്ലുവൻസും ഇല്ലാതെ നിങ്ങൾ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ഒരു ഹാപ്പിനെസ് മാത്രമേ സസ്റ്റെയിൻ ചെയ്യുള്ളൂ. എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.